അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഉലുവക്കഞ്ഞിയാണ്. കർക്കിടക മാസമൊക്കെ വരുമ്പോഴും നല്ല തണുപ്പുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു കഞ്ഞിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ സാധാ മട്ട അരിയുടെ പൊടിയരി കൊണ്ടാണ് ഈ കഞ്ഞി ഉണ്ടാക്കുന്നത്. അതിനായി ചെറുപയർ എടുത്തിട്ടുണ്ട്, വൻപയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവക്കഞ്ഞിക്ക് പ്രധാനമായിട്ട് ഉലുവയാണല്ലോ വേണ്ടത്, അതുകൊണ്ട് ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ആസാളിയാണ്. എല്ലാം ഒരു ചെറിയ അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചേർക്കുന്ന മട്ട പൊടിയരിക്ക് അനുസരിച്ചാണ് ഞാൻ ഈ ചേരുവകൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് കുതിരേണ്ട കാര്യമില്ല. എങ്കിലും ഞാനിതൊരു രാവിലെയാണ് ഇതെല്ലാം കുതിർത്തെടുക്കുന്നത്. വൈകുന്നേരമാണ് ഞാൻ ഈ കഞ്ഞി ഉണ്ടാക്കുന്നത്. എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് കുതിർന്ന് വരാൻ, ചെറുപയറും വൻപയറും ആസാളിയും ഉലുവയും ഒക്കെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുതിർന്ന് കിട്ടിയ ചെറുപയറും വൻപയറും ഉലുവയും ആസാളിയും ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് ചേർക്കുന്നത് പൊടിയരിയാണ്. നല്ല മട്ട അരിയുടെ പൊടിയരിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഞ്ഞിക്ക് നല്ല ടേസ്റ്റാണ്. നല്ല തവിട് കലർന്ന പൊടിയരി തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ആ പൊടിയരിയെല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല അടിപൊളി പൊടിയരിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഞ്ഞിക്ക് നല്ല കളറുമാണ്. അങ്ങനെ പൊടിയരിയും കൂടെയൊക്കെ ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇളക്കി നല്ല യോജിപ്പിച്ച ശേഷം ഒരു 5 വിസിൽ കേൾക്കത്തക്ക രീതിയിൽ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുക. 5 വിസിൽ കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. അപ്പോഴത്തേക്കും കഞ്ഞിയൊക്കെ വെന്ത് നല്ല ഉടഞ്ഞ് കിട്ടും. അതിനുശേഷം നമ്മളിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയ ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാലോ തേങ്ങ ഞെവിടി പിഴിഞ്ഞതോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ ഞെവിടി പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് അതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിവിടെ തേങ്ങ ഞെവിടി പിഴിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഒരു കഞ്ഞിയാണ് ഇത്. ഇനി നമുക്കിതിൻ്റെ കറിയും തോരനും തയ്യാറാക്കാം. ഈ കഞ്ഞി കർക്കിടക മാസത്തിൽ മാത്രമല്ല, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞവര അരി ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. ഈ പൊടിയരി ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇനി ഈ കഞ്ഞിക്കൊരു കറി ഉണ്ടാക്കാനായിട്ട് സാധാരണ നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെയാണ് ഈ കറി വീട്ടിൽ അമ്മമാരുണ്ടാക്കി തരുന്നത്. ആ കറിയാണ് ഞാൻ ഈ കഞ്ഞിക്ക് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉലുവയും കടുവും ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഉലുവയും കടുവും പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പിടി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇഞ്ചി കൊത്തി അരിഞ്ഞതും വെളുത്തുള്ളി 2ആയിട്ട് കീറിയതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ കറി നമുക്ക് ഗ്യാസൊക്കെ അടങ്ങാനും നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്ന ഒരു കറിയാണ്. അത് ഒരുവിധം മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുള്ളി 2ആയിട്ടോ 3ആയിട്ടോ കീറിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുള്ളി നന്നായിട്ടൊന്ന് മൂത്ത മണം വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പണ്ടൊക്കെ ഈ കറി ഉണ്ടെങ്കിൽ നമ്മുടെ ചോറിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിപ്പോഴും നമുക്ക് ഈ കറി വെച്ചാൽ അച്ചാറിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. അങ്ങനെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കറിയിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുകയില്ല. അപ്പോൾ ഈ കറിക്ക് ഒരല്പം എണ്ണ മുന്തി നിൽക്കണം. ആ രീതിയിൽ വേണം എണ്ണ ചേർക്കാൻ. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. കാരണം എണ്ണ തെളിഞ്ഞ് ഇങ്ങനെ മേളിൽ നിൽക്കണം ഈ കറിക്ക്.
ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം ഈ പൊടി വകകളെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിന് എരിവ് കുറവായതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള എരിവിനായി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയാണ് ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നത്. ഇതൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഞാൻ ഒരു 2 കഷ്ണം പുളി, വടക്കം പുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതായത് കുടംപുളി, ഞങ്ങളുടെ നാട്ടിലൊക്കെ വടക്കം പുളി എന്നാണ് പറയുന്നത്. അപ്പോൾ കുടംപുളി കുതിർത്തെടുത്തത് ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം കുറച്ചുകൂടെ വെള്ളം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. കാരണം ഈ പൊടികളെല്ലാം ഈ ഉള്ളിയിലൊക്കെ പിടിച്ച് കിട്ടാനും ഒക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ ഇച്ചിരി വെള്ളം ആവശ്യമുണ്ട്. ആ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമായി പോകരുത്, കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് വേണം ഈ കറി എടുക്കാൻ. അപ്പം നമ്മൾ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവാകുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ സ്വാദിഷ്ടമായ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയും കറിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. കറിയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഒക്കെ ഇട്ട് നമുക്കിത് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് കായപ്പൊടിയാണ്. ഒരല്പം കായപ്പൊടി, ഒരല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉള്ളിക്കറിയാണ് ഇവിടെ റെഡിയായിട്ട് ഇരിക്കുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കറിക്ക് പേറ്റുപുളി എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഗ്യാസൊക്കെ കയറി വയറൊക്കെ ബുദ്ധിമുട്ടാവുന്ന സമയങ്ങളിൽ നമ്മൾ ഈ കറികൾ വെച്ച് കഴിക്കാറുണ്ട്. പിന്നെ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്കും കൊടുക്കാറുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ്. തോരനായി എടുത്തിരിക്കുന്നത് ഉലുവ ചീരയാണ്. ഉലുവ ചീര നമ്മുടെ ഈ ബാംഗ്ലൂരൊക്കെ ഇഷ്ടം പോലെ കിട്ടും, തമിഴ്നാട്ടിലൊക്കെ കിട്ടും, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഉലുവച്ചീരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതാണ് ഉലുവച്ചീര. അതിൻ്റെ ഇല നമ്മുടെ നാട്ടിലെ തകരയില പോലെ ആണ് ഇരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരരപ്പ് തയ്യാറാക്കാം. അതിനായി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. അതൊക്കെ അവരവരുടെ എരിവിനാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക. 2 ചെറുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം, ഒന്ന് ഒതുക്കിയെടുക്കാം. അതിനുശേഷം ഈ ചീരയിലേക്ക് തട്ടിക്കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ബൗളിൽ വെച്ച് തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ചീനിച്ചട്ടിയിൽ തട്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ സിമ്മിൽ കിടന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചീരയുടെ പണി ഇത്രയേ ഉള്ളൂ. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതും അടുപ്പിൽ നിന്ന് വാങ്ങാം. അപ്പം സ്വാദിഷ്ടമായ നമ്മുടെ കഞ്ഞിയും കറിയും തോരനും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ കർക്കിടക മാസത്തിലോ അല്ലാത്ത സമയങ്ങളിലോ ഒക്കെ നമുക്ക് ഈ ഉലുവക്കഞ്ഞി വെച്ച് കുടിക്കാവുന്നതാണ്. ഞവരരിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ കഞ്ഞി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.